ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്ന് നടക്കാൻ പോകുന്ന എവിക്ഷനാണ്. കഴിഞ്ഞ ദിവസം ലാലേട്ടൻ വന്ന് പോയപ്പോൾ 1-2 പേര് വീട്ടിൽ നിന്ന് പോകുമെന്ന് പറഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഒരു എവിക്ഷൻ മാത്രമാണ് നടന്നിരിക്കുന്നത്. നമുക്ക് എങ്ങനെയാണ് എവിക്ഷൻ പ്രക്രിയ എന്ന് അറിയണ്ടേ? നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് അപ്ഡേഷനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. എവിക്ഷൻ പ്രക്രിയ നടത്തുന്നത് ഗാർഡൻ ഏരിയയിലാണ്. ഇന്നലെ ഷാനവാസിനെയും അനീഷിനെയും ലാലേട്ടൻ സേഫ് ആക്കിയിരുന്നല്ലോ. പിന്നീടുള്ള മത്സരാർത്ഥികളിൽ നിന്നും അനുമോളെയും നിവിനെയും സാബുമാനെയും സേഫ് ആക്കുന്നു. ബാക്കിയുള്ള 3 പേര് ബിന്നി, ലക്ഷ്മി, അക്ബർ, ഈ 3 പേരിൽ ആരാണ് പുറത്തു പോവുക? ഈ 3 പേരെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് നേരെ ബിഗ് ബോസ് ഗാർഡൻ ഏരിയയിലേക്ക് വിളിക്കുകയാണ്. അത് ലാലേട്ടനല്ല കേട്ടോ ഈ എവിക്ഷൻ പറയുന്നത്, ബിഗ് ബോസ് ആണ് പറയുന്നത്. എവിക്ഷൻ പ്രക്രിയ നടക്കുകയാണ്. മുമ്പത്തെ സീസണൊക്കെ കണ്ട പോലെ അവരത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൽ നിന്നുള്ള ബീറ്റ്സ് എല്ലാം താഴെ വീഴുന്നു. അതിൽ അവരുടെ ഫോട്ടോ ഉണ്ടാകും. ഫോട്ടോയുടെ താഴെ അവർ സേഫ് ആണോ എവിക്റ്റഡ് ആണോ എന്നുള്ളതും ഉണ്ടാകും. ഇതിൽ 2 പേര് സേഫ് ആവും. ഒരാൾ മാത്രമാണ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നത്. അത് ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണും. എന്തായാലും ഞാൻ ആ സർപ്രൈസ് പൊട്ടിക്കുന്നില്ല. ആ വ്യക്തി വീട്ടിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ട്. എന്തായാലും അക്ബർ ആവില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ലല്ലോ. അക്ബർ സേഫാണ്. ബാക്കിയുള്ള ബിന്നി, ലക്ഷ്മി, ഇവരിൽ ആരായിരിക്കും പുറത്തു പോയിട്ടുണ്ടാവുക? നമുക്ക് വൈകുന്നേരം എപ്പിസോഡ് കണ്ടറിയാം. അപ്പോൾ അതിൻ്റെ അപ്ഡേഷനും കാര്യങ്ങൾ നമ്മുടെ ചാനലിലുണ്ടാകും. ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേഷനായിട്ട് മറക്കാതെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.